ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 57-ാമത്തെ സന്ദേശം. ഈശോയെ, എന്തുകൊണ്ടാണ് ആത്മാക്കൾ അങ്ങയെ ഒഴിവാക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഓ ഈശോയെ, എൻ്റെ ഹൃദയത്തെ ചെറു കഷ്ണങ്ങളാക്കി നുറുക്കി ഓരോ കഷ്ണവും ഒരു പൂർണ്ണ മുഴുഹൃദയമാക്കി അങ്ങയെ സ്നേഹിക്കാത്ത ഹൃദയങ്ങൾക്ക് വേണ്ടി അങ്ങയ്ക്ക് സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശങ്ങളിൽ പലപ്പോഴും പൊതുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. തിരസ്കരിക്കപ്പെടുന്ന ഈശോയുടെ സ്നേഹം. തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം നിനക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് ചോദിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് സ്നേഹിക്കാതെ സുഖസന്തോഷങ്ങൾക്കിടയിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മനുഷ്യർ. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീനെ പോലെയുള്ള ബലിയാത്മാക്കൾ എന്താ ചെയ്യുക? അവരുടെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ അവസരത്തിൽ പോലും അവർ ദൈവത്തെ സ്നേഹിക്കുന്നു, വിശ്വസ്തത പാലിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി കൂടി അവനെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അവസരങ്ങളിൽ ഒന്നാണ് തിരസ്കരിക്കപ്പെടുന്ന ദൈവസ്നേഹത്തെ സ്വീകരിക്കാനും അത് പങ്കുവയ്ക്കുവാനുമുള്ള വലിയ അവസരം. ഒരു മനുഷ്യജന്മം കൊണ്ട് തന്നെ അനേക ജന്മങ്ങളിൽ ജീവിക്കുന്ന ഫലമാണ് അത് ഉളവാക്കുക. നമുക്ക് പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് ഈ ദൈവിക പദ്ധതിയുടെ ആഴങ്ങൾ അറിയുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.